റിവോപ്സ് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പണി ഐഡന്റിഫൈ ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അട്രാക്ഷൻ, റെഗുലർ ആയിട്ട് പുതിയ കസ്റ്റമേഴ്സ് നമ്മളെ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. പുതിയ കസ്റ്റമേഴ്സിനെ മാത്രം പിടിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അതൊരിക്കലും ഒരു നല്ല സ്ട്രാറ്റജി അല്ല. ഏറ്റവും പ്രധാനം റീടെൻഷൻ ആണ്. നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. മാത്രം പോരാ, അവരിലൂടെ റെഫറൻസ് ഉണ്ടാക്കാൻ പറ്റണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 50-50 എടുത്തോ, ഏറ്റവും ബെസ്റ്റ് അതാണ്. അതല്ലെങ്കിൽ ഒരു 60-40 എടുത്തോ, അതും ഒരു ബെസ്റ്റാണ്. 60% ഒരു മാസം പുതിയ കസ്റ്റമേഴ്സും 40% എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും. ഇതെങ്ങനെ വേണമെങ്കിലും പ്രൊപ്പോഷൻ ഇട്ടോ, പക്ഷെ റീടെൻഷൻ മസ്റ്റാണ്. ഇത് ശരിക്കും നിങ്ങളെ ഹിഡൻ പ്രോഫിറ്റ് സ്ട്രാറ്റജിയാണ്. ഈ റീടെൻഷനും റെഫറൻസും കിട്ടണമെങ്കിൽ ക്വാളിറ്റി സർവീസും ക്വാളിറ്റി പ്രൊഡക്റ്റും കൊടുക്കണം. നേരെ കസ്റ്റമറെ വ്യൂ പോയിന്റിൽ ഇരുന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളൊരു കസ്റ്റമർ ആയിരുന്നുവെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൽ നിന്നും സർവീസിൽ നിന്നും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യണത് അത് നമ്മൾ നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടോ നോക്കിയാൽ മതി. വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി എക്സ്ക്യൂസാണ്. നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുത്താലും എത്ര ക്വാളിറ്റിയുള്ള സർവീസ് കൊടുത്താലും റെഫറൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തില്ലെങ്കിൽ റെഫറൽസ് വരില്ല. ഈ ഒരു പെർസെൻറ്റേജ് ആർജവത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റണം, എനിക്കൊരു മാസം ഞാൻ ഒരു 200 സെയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഞാൻ എടുക്കുന്നത് ഒരു 120 പുതിയ കസ്റ്റമേഴ്സും 80 നിലവിലുള്ള കസ്റ്റമേഴ്സും അവരുടെ റെഫറൻസിലൂടെയും എന്ന് പറയാൻ പറ്റണം. ഫിനാൻഷ്യൽ റോഡ് മാപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ്. അത് ഉറപ്പിക്കാത്തടത്തോളം കാലം റിവോപ്സിനെ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റൂല. റിവോപ്സിലൂടെ നിങ്ങൾക്ക് സെയിൽ വരൂല, നിങ്ങൾക്ക് ഗ്രോത്ത് വരൂല. അപ്പോൾ റിവോപ്സ് ഒപ്റ്റിമൈസിലെ സ്റ്റെപ്പ് നമ്പർ 1, പുതിയ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, നിലവിലുള്ളവരെ റീറ്റെയിൻ ചെയ്യണം, അവരിലൂടെ റെഫറൻസ് എടുക്കണം. ദെൻ ഈ സ്റ്റെപ്പിനെ ഒപ്റ്റിമൈസ് ചെയ്യണം.